ഇതൊരു നിശബ്ദ ശനിയാഴ്ചയായിരുന്നു. മഗ്ദലക്കാരത്തി മറിയവും പത്രോസും യാക്കോബും യോഹന്നാനും കനായിലെ നഥനയിലും തോമസും എല്ലാ ശിഷ്യന്മാരും ഒളിവിലിരിക്കുന്നു, പുറത്തിറങ്ങാതിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. ആരവാരങ്ങളും പരിവേഷങ്ങളും സന്നാഹങ്ങളും ഒന്നുമില്ലാത്ത ഒരു നിശബ്ദ ശനിയാഴ്ച. പലരുടെയും മനസ്സിലുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു. ക്രൂശിൽ അവൻ പറഞ്ഞത് ചിലർ കേൾക്കുകയും ചെയ്തു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പക്ഷേ ഹബക്കൂക്കിനോട് ചോദിക്കുക, ഹബക്കൂക്കേ, നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രത്യേക സമയത്ത് നിശബ്ദനായിരുന്നെങ്കിലും ആ നിശബ്ദതയുടെ കാലഘട്ടം കൊണ്ട് നിന്റെ ജീവിതം തീർന്നില്ല. നിന്റെ കാലിനെ പേടമാൻ കാല് പോലെയാക്കി നിന്നെ ഉന്നത ഗിരികളിൽ എത്തിക്കുവാൻ അവൻ നിനക്ക് വേണ്ടി വായിക്കുന്നു. താങ്ക് യു ജീസസ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീണ്ട 25 വർഷത്തെ നിശബ്ദത. ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീണ്ട 17 വർഷത്തെ നിശബ്ദത. നോഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ ദൈവിക നിശബ്ദത. സക്കറിയാവിന്റെയും എൽസബത്തിന്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീണ്ട നാളത്തെ നിശബ്ദത. മനോഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ ദൈവികമായ നിശബ്ദത. ദാവീദിന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചിരുന്നു നീണ്ട 13 വർഷങ്ങൾ ദൈവികമായ നിശബ്ദത. പക്ഷേ ആ നിശബ്ദതയുടെ കാലഘട്ടങ്ങളിലും കിന്നരമെടുത്തു വെച്ച് യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, യഹോവ എന്റെ ജീവനും, യഹോവ എന്നെ വിളിച്ചു മുന്നിന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെയും ഭയപ്പെടും എന്നൊക്കെ പാടിയ പ്രാർത്ഥിച്ച വേദപുസ്തക ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അബ്രഹാമിനെ പോലെ ദൈവത്തെ കാത്തിരുന്ന ഒരു വ്യക്തികളും ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് രാത്രിയിൽ ഈ പന്തലിനകത്ത് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, നീ മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കാത്തിരുന്നാൽ നീ ലജ്ജിച്ചു പോകും. പക്ഷെ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ കൊടുക്കും. വീണ്ടും പ്രവചിക്കുകയാണ്, നീ കടുകനെ പോലെ ചിറകടിച്ച് കയറും, നീ കടുകനെ പോലെ ചിറകടിച്ച് കയറും, നീ കടുകനെ പോലെ ചിറകടിച്ച് കയറും. എത്ര പേർക്ക് രാത്രിയിൽ നിന്റെ ഉയർച്ചയുടെ ശബ്ദത്തെ, നിന്റെ വിടുതലിന്റെ ശബ്ദത്തെ ആത്മതലത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ സ്റ്റാൻഡ് ചെയ്യണം, സ്റ്റാൻഡ് ചെയ്യണം. എന്ത് വില കൊടുത്തും സ്റ്റാൻഡ് ചെയ്യണം. കർത്താവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യണം. ചങ്കും നെറ്റിയും കൊടുത്ത് സ്റ്റാൻഡ് ചെയ്യണം. തന്നെ കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി അവരെ ചേർക്കുവാൻ മേഘാരൂഢനായി വേഗം വരുമെന്ന് പറഞ്ഞവൻ താമസം വിന മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഈ പന്തലിനകത്തുണ്ട്? ഞാൻ എടുത്ത വാക്യത്തോട് നീതി പുലർത്താൻ ഒരു 15 മിനിറ്റ് എനിക്ക് തരാൻ തയ്യാറുള്ളവരെന്ന് കൈവരുത്തി കാണിക്കുക. Thank you, Lord Jesus. യേശു കർത്താവിന്റെ മടങ്ങി വരവിന് മുൻപായി പ്രത്യേക യേശു തന്നെ പറഞ്ഞ ഒരു കാര്യം, 2 കാലഘട്ടങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തു കാണിച്ചിട്ട് ആ കാലഘട്ടം പോലൊരു കാലഘട്ടം നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോണം, ആ കാലത്തിൽ മനുഷ്യപുത്രൻ മടങ്ങി വരും. ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു.